ഏറെ വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് റെസീറ്റ് അച്ചടിച്ച് പണം പിരിക്കുക, എന്നിട്ട് ആ റെസീറ്റ് കാണാനില്ലെന്ന് പറഞ്ഞ് പാർട്ടിയുടെ അനുമതിയില്ലാതെ വ്യാജ റെസീറ്റ് നിർമ്മിക്കുക. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ടിൽ ഒരു നയാ പൈസ പോലും അപഹരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സ് വരില്ല. പക്ഷെ ആ ഫണ്ടിൽ പോലും ധനാപഹരണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ TI മധുസൂദനെ മാറ്റി മറ്റൊരാളെ പയ്യന്നൂർ LDF സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഒരു തരത്തിലും മത്സരരംഗത്തേക്ക് വരുമായിരുന്നില്ല. ഇത്രയും കാലം പാർട്ടിയുടെ സൗകര്യങ്ങളൊക്കെ കൈപ്പറ്റി ഇപ്പോൾ പാർട്ടിയെ തള്ളി പറഞ്ഞ് പുറത്തു പോകുന്നു എന്നുള്ള രീതിയിലൊരു ആരോപണമാണ് ഉള്ളത്. എന്ത് സൗകര്യമാണ് ഞാൻ കൈപ്പറ്റിയത് എന്നത് കൂടി അവർ പറയണ്ടേ? ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതൊരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അതാണ് ഇപ്പോൾ CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കുഞ്ഞികൃഷ്ണൻ സഖാവാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് ഒരു മത്സരം എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് വരുന്നത്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചതേയല്ല. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കളങ്കിതനായ വ്യക്തിയെ LDFും CPMും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലുള്ള നേരത്തെ ഞാൻ ആരംഭിച്ച എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിലേക്ക് ആ പോരാട്ടം ഉയർത്തിക്കൊണ്ട് വരണം എന്ന ബോധ്യത്തിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ഞാൻ സന്നദ്ധമായത്. പിന്നെ UDF എന്നെ പിന്തുണക്കുകയായിരുന്നു. ഒരു കളങ്കിതനായ വ്യക്തി പയ്യന്നൂരിൽ നിന്ന് നിയമസഭയിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നത്. പയ്യന്നൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കണ്ണൂരെ തന്നെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ളൊരു ഇടമാണ് പാർട്ടി, CPMൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ളൊരു ഇടം. ഇത്തരം ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഒരു രീതിയിലുള്ളൊരു അഴിമതി നടക്കുന്നതും അതിനെതിരെ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പോലത്തെ ഒരാൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്? പാർട്ടി എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടും അതിനകത്ത് ഇടപെടാതിരുന്നത്? അല്ല, അത് തന്നെയാണ് എൻ്റെയും സംശയം. കാരണം പയ്യന്നൂർ പോലുള്ള പാർട്ടിക്കകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ മനസ്സിൽ പോലും കണ്ടിരുന്നില്ല. പക്ഷേ 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ ഔദ്യോഗികമായി പാർട്ടി എന്നെ തീരുമാനിക്കുകയായിരുന്നു. ആ കണക്ക് ഓഡിറ്റ് ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് നിരക്കാത്ത നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒട്ടേറെ വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോൾ റെസീറ്റ് അച്ചടിച്ച് പണം പിരിക്കുക, എന്നിട്ട് ആ റെസീറ്റ് കാണാനില്ലെന്ന് പറഞ്ഞ് പാർട്ടിയുടെ അനുമതിയില്ലാതെ വ്യാജ റെസീറ്റ് നിർമ്മിക്കുക. ആ വ്യാജ റെസീറ്റിൽ പണം പിരിച്ച കുറേ ആളുകളുടെ പേര് ഒഴിവാക്കി കുറച്ച് പേരുടെ പേര് മാത്രം ഉൾപ്പെടുത്തി റെസീറ്റ് മാറ്റി മുറിച്ച് പണം തട്ടിപ്പ് നടത്തുന്ന ഒരു നിലയാണ് ഓഡിറ്റിൽ കണ്ടെത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ 2 തരത്തിലുള്ള റെസീറ്റ്, ഇടത് ചന്ദ്രക്കലയുള്ളതും ഇടതു എന്ന് പറയുന്ന 2 തരത്തിലുള്ള റെസീറ്റ് അച്ചടിച്ച് ഫണ്ട് പിരിവിന് ഉപയോഗിച്ചു. അതിലൊരു റെസീറ്റ് ഇന്നേ വരെ, ഈ സമയം വരെയും തിരിച്ചു വന്നിട്ടില്ല, പാർട്ടിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല. അതിൽ എത്ര ലക്ഷം എത്ര കോടി പിരിച്ചു എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ നിലയിൽ വലിയ നിലയിലുള്ള കൃത്രിമമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് മറ്റ് 2 കണക്കുകൾ കൂടി എൻ്റെ മുമ്പിൽ വരുന്നത്. അന്ന് ഞാനാണ് പാർട്ടി ഏരിയ സെക്രട്ടറി. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടും ഉള്ള കണക്കുകളും വന്നു. അതിൽ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഞാനാണ് സമ്മേളനത്തിൽ ആ കണക്ക് പറയേണ്ടത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈയൊരു തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിച്ചതിൻ്റെ അനുഭവത്തിൽ
ആ കണക്ക് കൂടി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്ന എൻ്റെ സ്വയം ബോധ്യത്തിൽ ആ കണക്ക് ഞാൻ പരിശോധിക്കേണ്ട, അതിൻ്റെ ഓഡിറ്റർമാരായി എന്നെ ചുമതലപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്വം സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് എന്നതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് പരിശോധിച്ചത്. ആ 2 കണക്ക് പരിശോധിച്ചപ്പോഴും അതിലും നേരത്തെ തെരഞ്ഞെടുപ്പ് കണക്കിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ നിലയിലുള്ള കൃത്രിമങ്ങളാണ്, ധനാപഹരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എന്നത് ഏറെ ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച ഫണ്ടിൽ ഒരു നയാ പൈസ പോലും അപഹരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സ് വരില്ല. പക്ഷേ ആ ഫണ്ടിൽ പോലും ധനാപഹരണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. കെട്ടിട നിർമ്മാണ ഫണ്ടിലും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ വന്നു. ഇതെല്ലാം പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയ എന്നെ ക്രൂശിക്കാനും ഈ തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കാനുമുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്തൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് നേതൃത്വത്തിൽ വലിയ വിഭാഗം ആളുകൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് അന്യോന്യം സംരക്ഷിക്കുക എന്ന നിലപാടിലേക്കാണ് നേതൃത്വം എത്തിച്ചേർന്നത്. കാരണം ഒരാൾ പേരിൽ നടപടിയെടുത്താൽ അയാൾ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അന്യോന്യം സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്നതാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇപ്പോൾ ജീവന തുല്യം സ്നേഹിച്ച പാർട്ടി അത്തരം ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നു. കണ്ണൂര് പാർട്ടിയുടെ അകത്ത് ഈ വലിയ രീതിയിലുള്ള വിമത ശബ്ദങ്ങൾ വരുന്നു. സൗവിനെ പോലുള്ള ഒരാൾ പുറത്തു വരുന്നു, അതുപോലെ ടി.കെ. ഗോവിന്ദമാഷ പുറത്തു പോകുന്നു. അങ്ങനെ വലിയ തോതിൽ പാർട്ടിയുടെ അകത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് കാണുന്നത് ഇത്? പാർട്ടിയുടെ ഒരു എന്താണ് ഇത്, ഈ രീതിയിൽ ഇവർ തിരുത്താൻ തയ്യാറാവോ അതോ ഇത് നേരെയായി വരുമോ? എങ്ങനെയാണ് സഖാവിനെ വിലയിരുത്തുന്നത്? ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു മത്സരമായി കണക്കാക്കണ്ട. ഇപ്പോൾ ടി.ഐ. മധുസൂദനെ മാറ്റി മറ്റൊരാളെ പയ്യന്നൂർ LDF സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഒരു തരത്തിലും മത്സരരംഗത്തേക്ക് വരുമായിരുന്നില്ല. അപ്പോൾ ഈ നിലയിൽ കളങ്കിതനായ വ്യക്തിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM തീരുമാനിച്ചപ്പോൾ അതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കാൻ നിർബന്ധിതനായത്. അപ്പോൾ അതല്ലെങ്കിൽ വരുമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു മത്സരം എന്ന രീതിയിൽ അവരതാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും എൻ്റെ മനസ്സിലൊരു അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ നിർത്തിയിരുന്നുവെങ്കിൽ മത്സരിക്കാൻ ഞാൻ സന്നദ്ധമാകുമായിരുന്നില്ല. ഇയാളെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ കളങ്കിതരെ പ്രോത്സാഹിപ്പിക്കുന്ന, സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നടക്കം വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സര രംഗത്തേക്ക് കടന്നു വരാൻ നിർബന്ധിതനായത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ UDFൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് സഖാവ് മത്സരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇപ്പോൾ UDF ഇങ്ങോട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിച്ചോ അതോ സഖാവ് അങ്ങോട്ട് പോയി ബന്ധപ്പെട്ടോ? പിന്നെ മറ്റൊരു കാര്യം, എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ധാരാളം പേര്, പണ്ടൊക്കെ നമുക്കറിയാം പാർട്ടി ചിഹ്നം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ. പക്ഷേ ഇത്തരം ഇപ്പോൾ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് വരെ അഴിമതി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, പഴയകാല പ്രവർത്തകർക്ക് ചിഹ്നം മാറി വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ട്. ആ പ്രയാസമുള്ളപ്പോഴും ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കണോ എന്ന ചോദ്യം അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. പുതിയ തലമുറക്ക് വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ തലമുറ പ്രതികരിക്കുന്നത്. ആ നിലയിലാണ് അവർ
വോട്ടവകാശം വിനിയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയം പുതിയ തലമുറയിൽ ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കുക എന്ന നിലയിലാണ് ആലോചിച്ചത്. പിന്നീട് UDF എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ പയ്യന്നൂർ സീറ്റ് ഇത്തവണ RSPക്ക് നൽകാൻ UDF തീരുമാനിച്ചു. കഴിഞ്ഞ തവണ മട്ടന്നൂരായിരുന്നു RSPക്ക് നൽകിയത്. മട്ടന്നൂർ കോൺഗ്രസ്സിന് കൊടുത്ത് പയ്യന്നൂർ സീറ്റ് RSPക്ക് നൽകുന്ന ഒരു വെച്ചുമാറ്റം അവർ തമ്മിലുണ്ടായി. അപ്പം ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ RSP ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് RSP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. RSP എനിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ സന്നദ്ധമായി. അപ്പം അങ്ങനെ വന്നപ്പോൾ UDF RSP കൊടുത്ത സീറ്റ് എന്നുള്ള രീതിയിൽ RSPയുടെ തീരുമാനമാണ് പ്രധാനം. അപ്പോൾ UDFും പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നതാണ്. അതല്ലാതെ മറ്റു രീതിയിലുള്ള ഒരിടപെടലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കൈപ്പറ്റി, ഇത്രയും കാലം പാർട്ടിയുടെ സൗകര്യങ്ങളൊക്കെ കൈപ്പറ്റി ഇപ്പോൾ പാർട്ടിയെ തള്ളി പറഞ്ഞ് പുറത്തു പോകുന്നു എന്നുള്ള രീതിയിലൊരു ആരോപണമാണ് ഉള്ളത്. എങ്ങനെയാണ് അതിനെന്താണ് താങ്കളുടെ മറുപടി? എന്ത് സൗകര്യമാണ് ഞാൻ കൈപ്പറ്റിയത് എന്നത് കൂടി അവർ പറയണ്ടേ. ഒന്ന്, ഞാൻ സഹകരണ ജീവനക്കാരനായി വന്നു എന്നുള്ളതാണ്. അത് 1973-ലാണ്. ആ കാലത്ത് അപേക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ആളുകളെ കണ്ടെത്തി നിയമിക്കുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് എൻ്റെ പ്രവർത്തനം പരിശോധിച്ച് ജോലി തന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ 2 ജ്യേഷ്ഠ സഹോദരന്മാരും ഈ പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. ആ കാലത്ത് KSYFൻ്റെ താലൂക്ക് കമ്മിറ്റി അംഗമായി MV ഗോവിന്ദൻ മാസ്റ്ററുടെ കൂടെ പ്രവർത്തിച്ച ആളാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. ഇപ്പോൾ അടുത്ത കാലത്തൊരു അപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹം ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ആ കാലത്ത്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിലേക്ക് വളർന്നു വന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ആയി പ്രവർത്തിച്ച സഖാവാണ്. ചിലപ്പോൾ അവരുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും. ഞാൻ വിദ്യാർത്ഥി കാലം മുതൽ KSFൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ജോലി തന്നത്. അങ്ങനെ പാർട്ടി നൽകിയ ജോലിയാണ് എന്നതുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി റിട്ടയർ ചെയ്യുന്നത് വരെ ജോലി ചെയ്യാൻ സന്നദ്ധനായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷവും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കാൻ സന്നദ്ധനായിട്ടില്ല. പിന്നെ എന്ത് ആനുകൂല്യമാണ് പാർട്ടി എനിക്ക് നൽകിയത് എന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞാൽ അതിന് മറുപടി പറയാം എന്നത് മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു കുറേ ദിവസമായല്ലോ പ്രചാരണം ഒക്കെ തുടങ്ങിയിട്ട്, ഇപ്പം ഇതുവരെ എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണം? എങ്ങനെയാണ് ഒരു വിജയസാധ്യതയെക്കുറിച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ദിവസം കഴിയും തോറും എനിക്ക് അനുകൂലമായ നിലപാട് ജനങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നതാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ നിലയിൽ വോട്ട് എനിക്ക് സമാഹരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കകത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമാകുന്ന ആളുകളെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്ന ആലോചനയാണ് പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർ പാർട്ടിക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ കോൺഗ്രസ്സായി, ഞാൻ UDF ആയി എന്ന നിലയിലൊക്കെയാണ്. കേരളത്തിലെ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വിരോധം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സായി, UDF ആയി എന്ന് പ്രചരിപ്പിച്ചാൽ പാർട്ടി അണികളിൽ എനിക്ക് അനുകൂലമായ നിലപാടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ് അവർ
കാണുന്നത്. പക്ഷേ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് തൊട്ടുകൂടാത്ത ഒരു പാർട്ടിയായി ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇപ്പോൾ AK ആൻ്റണിയും കോൺഗ്രസും CPM ചേർന്നുകൊണ്ട് കേരളത്തിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നിട്ടുണ്ട് 1980. അന്ന് നായനാർ മുഖ്യമന്ത്രിയായത് ആൻ്റണി കോൺഗ്രസ് കൂടി ചേർന്നുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമുന്നതനായ നേതാവ്, ലീഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന K കരുണാകരൻ LDFുമായി സഹകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോയിട്ടുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സമീപകാല സംഭവങ്ങൾ എടുത്താലോ, ഇപ്പോൾ 4 MP CPM ലോകസഭയിലുണ്ട്. അതിൽ 3 പേരും ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ CPM-നൊപ്പം കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. ഈ മുന്നണിയുടെ ഭാഗമായിട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റ് CPM-ന് ജയിക്കാൻ സാധിച്ചത്. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സീറ്റ് CPM-ന് നൽകിക്കൊണ്ടാണ് അവിടെ അമറാറാമിനെ മത്സരിപ്പിച്ച് ജയിച്ച് ലോകസഭയിലെത്തിയത്. മാത്രമല്ല ബംഗാളിൽ ഇപ്പോഴും മത്സരിക്കുന്നത് കോൺഗ്രസുമായി ചേർന്നാണ്. BJP ഭരണം അവസാനിപ്പിക്കാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണി, അതിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് വിരോധമെന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നിലനിർത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അഖിലേന്ത്യാ പാർട്ടിയാണ് CPM. അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ CPM എടുക്കുന്ന നിലപാടുകൾ, നയസമീപനങ്ങൾ ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ CPM-ന് ഈ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കാമെങ്കിൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആരെങ്കിലും പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ നിലയിലേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു പരിശ്രമം നടത്തുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് വലിയ പ്രയാസം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല, ജയിച്ചു വരാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ സഖാവിൻ്റെ പുസ്തകം പുറത്തു വന്നതിന് ശേഷമൊക്കെ നടന്നിട്ടുള്ള വലിയ പിന്നെ ആക്രമണങ്ങൾ. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ ബൈക്ക് കത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയതൊക്കെ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ നിരന്തരം അവർ ആക്രമണോത്സുകമായിട്ടാണ് ഈ സഖാവിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ഈ ഒരു സ്വഭാവത്തെ, ഇതിനെങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? പാർട്ടിയുടെ പഴയ പാർട്ടി സ്വഭാവവും ഇപ്പോഴത്തെ ഈ സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്? ഇപ്പോൾ ജനാധിപത്യം എന്നത് പ്രസംഗിക്കേണ്ട ഒരു കാര്യം മാത്രമല്ല, അത് പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അത് പ്രാവർത്തികമാക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായ പ്രവർത്തനം നടത്താൻ മറ്റുള്ളവരെ അനുവദിക്കില്ല എന്ന നിലപാട് CPM-ഉം LDFും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നതൊരു ഫാസിസ്റ്റ് തന്ത്രമാണ്. അതാണ് ഇപ്പോൾ CPM നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന നിലയിലാണ്. എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ചുമരെഴുതണമെന്നത് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. പക്ഷെ ഞങ്ങൾ എഴുതിയ ചുമരിൽ അവർക്കാവശ്യമായ രീതിയിലുള്ള മാറ്റം വരുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഓഫീസിന് സൗകര്യം നൽകാൻ തയ്യാറാകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഗാനം നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല, ആരോ ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ പേരിൽ അതാരോ ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞ് അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന ഒരു നില ഉൾപ്പെടെ ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ നിലയിലെല്ലാം എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും.
എങ്ങനെയൊക്കെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തടയാൻ സാധിക്കും. ഈ നിലയിലുള്ള ഒരു സമീപനമാണ് LDFൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇത്തരം നിലപാടുകളെല്ലാം അവർക്കെതിരായുള്ള എനിക്ക് അനുകൂലമായുള്ള വോട്ടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരം അനുഭവങ്ങൾ കൂടി ഇപ്പോൾ ഈ പ്രവർത്തനത്തിനിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്തോഷം. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് വിജയം ആശംസിക്കുകയാണ്. വിജയിച്ച് വരാനാവട്ടെ. കേരള ഇൻസൈറ്റിൻ്റെ ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് തിരക്കിൻ്റെ ഇടയിൽ തയ്യാറായതിന് സന്തോഷം. നന്ദി.